സംസ്ഥാനത്ത് ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജനങ്ങൾ വലഞ്ഞു. ആശുപത്രിയിലേക്ക് പോകുന്നവർ പോലും വാഹനം കിട്ടാതെ ദുരിതത്തിലായി. ശബരിമല തീർത്ഥാടകരെയും ഹർത്താൽ ബാധിച്ചു. പാലക്കാട്ട് ഹർത്താൽ അനുകൂലികൾ കെ.എസ്.ആർ.ടി.സി. ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്തു. ഹർത്താലിൽ അക്രമം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഡി.ജി.പി. ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു. വലിയ പ്രതിഷേധമാണ് ഹർത്താലിനെതിരെ നാടെങ്ങും ഉയരുന്നത്. മരിച്ചു എന്നുള്ള നിലയ്ക്ക് ഈ ഹർത്താൽ ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഇത്രയും ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഹർത്താൽ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും മനുഷ്യർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഹർത്താലിനൊരു കാരണമില്ലാണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഹർത്താല് ഇന്ന് ജനങ്ങളെ തീരെ ബാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇത്ര അധികം കണ്ടില്ലേ, വാഹനങ്ങൾ ഇത്ര അധികം ഉണ്ട്. അപ്പോൾ വളരെയധികം ഹർത്താലിന് എതിരെയാണ് ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തൊരു സംഭവത്തിനോടൊന്നും ആളുകൾ തീരെ യോജിക്കുന്നില്ല. പൊതുജനത്തിനോടുള്ളതാണല്ലോ എല്ലാവരുടെയും ധാർഷ്ട്യം, അല്ലാണ്ട് വേറെ ആരോടും അല്ലല്ലോ. രാഷ്ട്രീയ പേര് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. പൊതുജനത്തിനോടാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്തിനാണ് വെറുതെ ഹർത്താൽ വെച്ചിട്ട് ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്താ ആവശ്യമാണുള്ളത് അതിൻ്റെ? ഏത് ബന്ദ് ഏത് ഹർത്താൽ ഉണ്ടാലും ധൈര്യമായിട്ട് വണ്ടികളെ കൊണ്ടുപോയിക്കാം, നോക്കാം എന്താ ആകുന്നത്. ഞാൻ ഇടുക്കിയിൽ സെക്രട്ടേറിയറ്റ് പോകാൻ വേണ്ടി ഇന്നലെ വന്നാണ്. ഇവിടെ വന്നാൽ പിന്നെയാണ് അറിഞ്ഞത് ഇന്നൊരു ദിവസം വെറും വേസ്റ്റ് ആയിപ്പോയി. ട്രെയിനിൽ കയറിയപ്പോൾ പറഞ്ഞു AGS ഓഫീസിൽ പോകാൻ വന്നായിരുന്നു. ഇപ്പം നടക്കില്ല. വരുമ്പോൾ തന്നെ ട്രെയിനിലുണ്ടായിരുന്നു കുറേ പേര്. ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ടാണ് മാറ്റാതിരുന്നതെന്നും പറഞ്ഞിരുന്നു. എന്താ ഇതിനിടയിൽ ഇതിപ്പോൾ ഒരു തലവേദന ആയല്ലോ ഈ ഹർത്താൽ കാരണം. ഇല്ലേ സൗകര്യം പോലെ പോയി വരായിരുന്നല്ലോ, ബുദ്ധിമുട്ടുണ്ട്. നിസ്സാര കാര്യത്തിനും ഹർത്താലാണല്ലോ. ഇവിടെ അവർ പോലെ വിഷയം പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായ ഹർത്താൽ വന്ന് നമ്മൾ കഷ്ടത്തിലായത് ആര് കാണാനായി? വരാതിരിക്കാൻ പറ്റൂല. ഇന്നലെ അറിഞ്ഞതാണ്. എന്നാലും ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റാത്ത സാഹചര്യവും അന്നേ പറ്റൂ. ഇപ്പോൾ വല്ല ഓട്ടോയ്ക്ക് വല്ലതും പോകാൻ പൂർണ്ണമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഒന്നും വാഹനമൊന്നും കാണുന്നില്ല. RCC പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ബസ് വരുമെന്ന് പറഞ്ഞത് കാത്തിക്ക്. ഇപ്പോൾ ഒരാൾ സൂചിപ്പിച്ച പോലെ ആര് കാണാൻ, ആരോട് പറയാൻ എന്ന നിലയിൽ ജനങ്ങൾ പരിഭവിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. അവർ രോഷാകുലരാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹർത്താൽ ദിനത്തിൽ കുത്തിയിരിപ്പ് സമരവുമായി ബി.ജെ.പി. പ്രവർത്തകർ ദേശീയ റോഡിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ്. ശരൺ ചേരുന്നു. ശരൺ, എന്താണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം? എന്താണ് അവർ പറയുന്നത്? ശരത്, BJP ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ രൂക്ഷമായ ജനരോഷം ഉയർന്നിരിക്കുകയാണ്. ഒരു വശത്ത് ഇത് ഉയരുമ്പോൾ തന്നെ മറുവശത്ത് BJP പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു. നേരത്തെ ടൗൺ ഹാളിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. 10:30 ടൗൺ ഹാളിൽ നിന്നും ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഹൈക്കോടതി ജംഗ്ഷനിലെത്തിയ ശേഷം പ്രതിഷേധ മുദ്രാവാക്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദേശീയപാത തന്നെ ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാൾ തന്നെ ആത്മഹത്യ, ഒരു അയ്യപ്പ ഭക്തൻ തന്നെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും ഹർത്താലിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ പ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ ഒരു വശത്ത് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ മറുവശത്ത് വലിയ രീതിയിലുള്ള ജനരോഷവും ഹർത്താലിനെതിരെ ഉയർന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പലരും തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ അടക്കം വന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്നും പോകാൻ മറ്റു മാർഗമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഏതായാലും അതിനുശേഷം നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. ശരൺ, ഇത്ര വലിയ ഹർത്താൽ പ്രഖ്യാപിച്ച ശേഷം ഇപ്പോഴാണ് ഒരു പരസ്യമായ ഒരു പ്രതിഷേധ പരിപാടിയുമായി BJP രംഗത്തിറങ്ങുന്നത് കാണുന്നത് കൊച്ചിയിൽ. ഇതിൽ ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ തിരുവനന്തപുരത്തെ മരണവുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് ഏതെങ്കിലും ഉണ്ടോ? അത്തരം ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടാണോ ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കുന്നത്? നേരത്തെ ശരൺ സൂചിപ്പിച്ചല്ലോ, ദേശീയപാത ഉപരോധമാണ് നടക്കുന്നത്. പോലീസിനെയും കാണാം. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പരിപാടിയൊന്നുമില്ലേ പോലീസിന്? ഏതായാലും പോലീസ് അത്തരത്തിൽ ഒരു നീക്കം ഇതുവരെയും നടത്തിയിട്ടില്ല. ഇവർ ഒരു 10 മിനിറ്റ് മുമ്പാണ് ഇവിടെ ദേശീയപാത ഉപരോധിക്കാൻ തുടങ്ങിയത്. നേരത്തെ തന്നെ ടൗൺ ഹാളിൽ നിന്നും പ്രകടനം ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ ഹൈക്കോടതി ജംഗ്ഷനിലെത്തിയാണ് ഇവർ ദേശീയപാത ഉപരോധിക്കാൻ തുടങ്ങിയത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാറ്റണമെന്നാണ്. മറ്റൊരു കാര്യം, ഒരു അയ്യപ്പ ഭക്തനെ തന്നെ ആത്മഹത്യയിലേക്ക്
നയിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് തള്ളി വിട്ടു എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. അത്തരത്തിലുള്ള ഒരു സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ദേശീയപാത തിരുവനന്തപുരത്ത് നിന്ന് സജിത്ത് കൂടി ചേരുകയാണ്. ശരി സരൺ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, എന്താണ് തിരുവനന്തപുരത്തെ പൊതു അവസ്ഥ, സാഹചര്യങ്ങൾ? BJPയുടെ ആഹ്വാനം പൊതുജനം തള്ളിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ചിത്രമാണ് തലസ്ഥാന നഗരത്തിലുള്ളത്. പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നില്ല എന്നതൊഴിച്ചാൽ പൂർണ്ണമായും നഗരം സജീവമാണ്. ചില കടകളും അടച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ നഗരം സജീവമാണ്. പക്ഷേ പ്രൈവറ്റ് ബസ്സുകളും KSRTCയും ഒക്കെ സർവീസ് നടത്താത്തത് പൊതുജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സ്വകാര്യ വാഹനങ്ങൾ പൂർണ്ണമായും നിരത്തിലുണ്ട്. ദൃശ്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. തമ്പാനൂരിലെ പ്രധാനപ്പെട്ട ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു കാഴ്ചയാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. പതിവ് പോലെ ഹർത്താൽ ദിനത്തിലുണ്ടാകാവുന്ന സാധാരണ ഒരുക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസ് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. RCC അടക്കമുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെത്തുന്ന ഇടങ്ങളിലേക്കുള്ള പ്രത്യേക യാത്രാ സൗകര്യവും പോലീസ് ഒരുക്കിയിരുന്നു. അത്തരം തയ്യാറെടുപ്പുകൾ രാവിലെ മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ കാര്യമായ ആ തരത്തിലുള്ള തിരക്കുകളൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. അതേസമയം മറ്റൊരു ശ്രദ്ധേയമായ കാഴ്ച കൂടിയുണ്ട്. ഹർത്താൽ പ്രഖ്യാപിച്ച BJP തന്നെ വാഹനമൊരുക്കി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് നീറ്റ് എക്സാം ഇന്ന് നടക്കുന്നു. അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരം യാത്രാ സൗകര്യമെന്നാണ് BJPയുടെ വിശദീകരണം. പക്ഷേ മറ്റ് യാത്രക്കാരുമൊക്കെ ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും രാവിലെ മുതൽ തന്നെ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം, സ്വകാര്യ വാഹനങ്ങളും ഓട്ടോയും ഒക്കെ സുഗമമായി തന്നെ സർവീസ് നടത്തുന്നു. പൊതുജനങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള വികാരമാണ് ഹർത്താലിനെതിരെ പൊതുവിലുണ്ടായിരിക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു ഹർത്താൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ആ തരത്തിലുള്ള ജനരോഷമുണ്ട്. സ്വാഭാവികമായും അവർ ഹർത്താലിനെതിരെ ആ തരത്തിൽ തങ്ങളുടെ ജനവികാരം പ്രകടമാക്കി എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്നും പൊതുവായ കാഴ്ചകളിൽ നിന്നും നമുക്ക് പറയാൻ. എന്തായാലും തിരുവനന്തപുരത്ത് ജനജീവിതത്തെ ഹർത്താൽ ഏറെക്കുറെ കാര്യമായി തന്നെ ബാധിച്ചിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ നിരത്തിലുണ്ട്. സജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം കൊച്ചിയിൽ നിന്ന് ശരണം.